ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും നടന്ന ഞെട്ടിപ്പിക്കുന്ന കൊള്ളയുടെ ചുരുളഴിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കൃത്യം 3 മാസം പിന്നിടുകയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളകളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് പിടികൂടിയിട്ട് 90 ദിവസമായിരിക്കുന്നു. കൊള്ളയുടെ ആഴം കണ്ട് വിറങ്ങലിച്ചു നിന്ന കേരളക്കരയെ പിന്നീട് കേൾപ്പിച്ചത് ഭരണകക്ഷിയിലെ ഉന്നത നേതാക്കളുടെയും CPM-ന്റെ കാലാൾപ്പടയിലെ പ്രമുഖരുടെയും അറസ്റ്റ് വാർത്തകളാണ്. എന്നാൽ 90 ദിവസം പിന്നിടുമ്പോഴും പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്, അതായത് SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ദ്വാരപാലക ശില്പ തട്ടിപ്പു കേസിൽ ഒക്ടോബർ 17-നാണ് പോറ്റിയെ SIT അറസ്റ്റ് ചെയ്തത്. 10 വർഷത്തിലേറെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നിയമപ്രകാരം ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ട്. പോറ്റിയുടെ കാര്യത്തിൽ ഈ കാലാവധി തികയാനിരിക്കെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി കേസിലെ ആദ്യഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് SIT തീരുമാനം. ഈ വിവരം നാളെ ഹൈക്കോടതിയെ അറിയിക്കും. ആദ്യഘട്ട കുറ്റപത്രം നൽകിയാലും അന്വേഷണം അവസാനിക്കില്ലെന്നും തുടരന്വേഷണം ഉണ്ടാകുമെന്നും SIT വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിൽ ഏറെ നിർണായകമായത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ, അതായത് VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവും അവയുടെ പഴക്കവും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഈ VSSC പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടുത്തിയേക്കും. ഇത് പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ സഹായകമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് പ്രധാനമായും നിലവിലുള്ളത്. ദ്വാരപാലക ശില്പ തട്ടിപ്പു കേസിൽ ഇപ്പോൾ ജാമ്യത്തിന് സാധ്യതയുണ്ടെങ്കിലും കട്ടിളപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിൽ നവംബർ 3-നാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനാൽ ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചാലും ഈ മാസം 31 വരെ 2ാമത്തെ കേസിന്റെ പേരിൽ ഇയാൾക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജനുവരി 31-ന് മുൻപായി പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അത്യന്തം ഗൗരവകരമാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നതുകൊണ്ട് കേസ് അവസാനിച്ചുവെന്ന് കരുതാനാകില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ സ്രാവുകൾ ഇനിയുമുണ്ടെന്നും അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതിയും നേരത്തെ നിരീക്ഷിച്ചിരുന്നു. കൊള്ളയുടെ പങ്കുപറ്റിയ CPM-ലെ വൻ തോക്കുകൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച് നടത്തിയ ഈ വലിയ കൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പൂർണ്ണമായും പുറത്തു കൊണ്ടുവരിക എന്നത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യമാണ്. അന്വേഷണം ഉന്നത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുമോ അതോ കീഴ്ഘടകങ്ങളിൽ മാത്രം ഒതുങ്ങുമോ എന്നാണ് വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള നിയമപരമായ പഴുതുകൾ അടയ്ക്കുന്നതിനൊപ്പം സ്രാവുകളെ വലയിലാക്കാനുള്ള സമ്മർദ്ദവും അന്വേഷണ സംഘത്തിന് മേലുണ്ട്. നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടും വരാനിരിക്കുന്ന ആദ്യ കുറ്റപത്രവും ഈ കേസിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായകമാകും.